എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ടുണ്ടല്ലേ നമ്മൾ പരസ്പരം ഒന്ന് കണ്ടുമുട്ടിയിട്ട്. എന്നെ മറന്നോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഷോർട്സ് എല്ലാതും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണാം കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലാണ്. തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് ഈ ജടപെടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും കുറച്ച് സമയം കയ്യിലുള്ളത് വെച്ചിട്ടാണ് കേട്ടോ. ഒരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനെക്കാട്ടും മുന്നേ ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. എല്ലാവരും സന്തോഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതത്തിൽ കിട്ടുന്ന ഒരു കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ പോലും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു, മാസപൂജ. എനിക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു എനിക്ക്. അതിപ്പോഴേ പിന്നെ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാര്യം ഏട്ടനാണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ സഹായിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും എൻ്റെ പണി അങ്ങോട്ടേക്ക് മുന്നോട്ട് നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏട്ടൻ പറയാ എപ്പോഴും അടുക്കളയിലാണ്, അവിടെ നിന്ന് ഇറങ്ങാൻ നേരമില്ല എന്ന്. സത്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തികയാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനെ ആയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് സംക്രാന്തി ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് പോർക്കാണ് കേട്ടോ. സാധാരണ ഒരു നാട്ടുനടപ്പുണ്ട് അല്ലേ, സംക്രാന്തിക്കൊക്കെ നമ്മൾ പോർക്ക് വെക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ തെറ്റിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിലേക്ക് സാധാരണ നമ്മുടെ മിളകും അതുപോലെ തന്നെ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നേരെ കുക്കറിലിട്ടിട്ട് വിസിലടിക്കാൻ വെക്കുകയാണ് കേട്ടോ. നമ്മുടെ വ്ളോഗുകളൊക്കെ പതിയെ പിന്നാലെ വരും കേട്ടോ. ആരും ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചാനൽ നിർത്തിപ്പോയി പൂട്ടിപ്പോയി എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ പതിയെ ഇട്ട് വരുന്നതായിരിക്കും. ഏട്ടനൊന്ന് പോട്ടെ, 21-ാം തീയതി ഏട്ടൻ തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വ്ളോഗുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരാം. ഇപ്പോൾ ഞാൻ വിഷു ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അല്ലെങ്കിൽ വല്ലാണ്ട് നീങ്ങിപ്പോവില്ലേ വീഡിയോ വരുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്കും അതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്കൊരു തപ്പിപ്പഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ടില്ല ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട്. ഞാനിങ്ങനെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും കുറേയൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് വെള്ളികൾ കൂടുതലാണ്. വെള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിലൊരു വശവശൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ ഇതപ്പോൾ കായ അരിഞ്ഞത് നമ്മുടെ പോർക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തൃശ്ശൂരുകാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. പോർക്കും കായും ഇട്ട് വയ്ക്കുക, അതുപോലെ തന്നെ പോർക്കും കൂർക്കും ഇട്ട് വയ്ക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആരെങ്കിലുമൊക്കെ വെക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വെക്കണം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പൊട്ടത്തരാണ്. കായ അങ്ങനെയല്ല വെക്കേണ്ടത്. കായ നമ്മൾ അരിഞ്ഞിട്ട് നേരെ പോർക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, അതിലിട്ടിട്ട് വേവിക്കുകയാണ് വീണ്ടും ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ മന്ദബുദ്ധിത്തരം ചെയ്തിട്ടാണ് ഇപ്പം അത് വേവിക്കാൻ വേണ്ടി വെച്ചുള്ളത്. പിന്നെയാണ് എനിക്കത് ഓർമ്മ വന്നത്, അയ്യോ ഇത് ഇങ്ങനെയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതെടുത്തിട്ട് അപ്പം തന്നെ മാറ്റിയിട്ടോ. കണ്ടില്ലേ, വീണ്ടും ആ വേവിക്കാൻ വെച്ച സംഭവം എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നത്. ശരിക്കും ആ പോർക്കിൻ്റെ നെയ്യിൽ കിടന്നിട്ടാണ് ഈ കായ വെവേണ്ടത്. അപ്പോൾ ആ കായയുടെ ഉള്ളിലേക്ക് ആ പോർക്കിൻ്റെ നെയ്യൊക്കെ പിടിച്ചിട്ട് കായ മാത്രം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റിൽ നമുക്ക് ആ സംഭവം കിട്ടും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്ന പോർക്കും കായും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് പുകഴ്ത്തി പറഞ്ഞതല്ല, കിടുക്കാച്ചിയായിരുന്നു. ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്മിലിട്ടിട്ട് കുറേ നേരം ഇളക്കി സംഭവം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് വായു? അച്ഛൻ പറയട്ടെ, വായു ഡൈപ്പാന്നല്ല എല്ലാവരും പറയാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛൻ പറയട്ടെ. അച്ഛൻ കഴിച്ചൊരു ഇതായിട്ടുണ്ട് കേട്ടോ. അച്ചാർ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. രഞ്ജിത്ത് സസ്റ്റ് മാമന് പായുടായിപ്പാന്ന് പായ് കഴിക്കണേക്കാട്ടും മുന്നേ സൂപ്പറാന്ന് പറയണത് അല്ല അല്ലേ? എന്നെ കുട്ടി കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയാറില്ലേ? അതല്ല, അങ്ങനെയല്ല. പായ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ചാറിട്ടില്ല അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിച്ച സാധനം
അതിൽ പായ് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയണേ ഉപ്പ് കുറവുണ്ട് കേട്ടോ അത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്രാവശ്യം എല്ലാം ഓക്കെയാണ് അല്ലേ? ഉപ്പൊക്കെ ഓക്കെയാണ് അല്ലേ? ഉപ്പില്ല അങ്ങനെ ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാം കറക്റ്റ് അല്ലേ? അച്ഛനും ഓക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ല ഏട്ടാ പൊളിസാനായി കഴിച്ചോട്ടാ. നമ്മൾ കുളിച്ചിട്ട് തരാം. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അമ്മയും മോളും അച്ഛനും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാടാനപ്പള്ളിക്കാണ് കേട്ടോ. അമ്മൂട്ടി വന്നിട്ടില്ല, അമ്മൂട്ടി പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വയറുവേദനയ്ക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവൾ വരാഞ്ഞത്. നേരത്തെ ചോറിന് നേരത്തെ അവളെ കാണഞ്ഞത് അതുകൊണ്ടാണേ. നമ്മൾ നേരെ അമ്മയുടെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് പോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വിഷുക്കോടി കൊടുക്കണം, അതും ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് വേണം നമുക്ക് നേരെ വാടാനപ്പള്ളിയിലേക്ക് പോകാം. ഇഷ്കോടി മാറ്റിയിരിക്കുന്നു. പായ് തെറ്റി കൊടുക്കണം. പായിനൊന്നും അറിയില്ല കേട്ടാ. അത് ലീലമ്മയുടെ. അപ്പൊ ലീലമ്മയുടെ അടുത്ത് അമ്മമ്മയ്ക്ക് കൊടുത്ത് വിഷ്കായി നീട്ടം നാളെ. ഇന്നല്ലല്ലോ വിഷ്കായി നീട്ടം വരാം, നാളല്ലേ വരാം. ആ പെട്ടു. അതിങ്ങളെ അവൾക്കാ കൊടുക്കണ്ടത്. അമ്മമ്മമാര് പെട്ടു. അടുത്ത പാട്ടാട്. പോയിട്ട് പൈസ എടുത്തിട്ട് വരും. എന്ത് പേടി? ഇത് ഫെഡറൽ ബാങ്കാണ്. ഫൈനെടുക്കാറിയാലോ. കൃഷ്ണനുള്ള മാല വാങ്ങിച്ചതാട്ടാ. അതിൽ ഒരു മുഴം മുല്ലപ്പൂവുണ്ട്, പിന്നെ തുളസിമാലയുണ്ട്. ഒരു മുഴം മുല്ലപ്പൂവിന് എത്ര രൂപ എന്ന് പറയുമ്പോൾ 80 രൂപ. പഠിക്കാൻ പറ്റില്ല. 80 പച്ചക്കറി ഉണ്ടോ? പച്ചക്കറി 10 രൂപ. ഏട്ടാ കാലത്ത് വെള്ളരിക്ക വാങ്ങിച്ചോണ്ടില്ലേ? കുഞ്ഞുമൊത്തം മേടിച്ചോ? കുഞ്ഞുമത്തൻ ഇവിടെ ഇല്ല. വലിയ മത്തൻ പച്ചക്കറി വാങ്ങിക്കാം. ഓരോ പേര് കുടിക്കും പോയോ? ഇതൊക്കെ അമ്മ കേൾക്കുന്നുണ്ട് കേട്ടാ. ഞാൻ മരുന്ന് പറഞ്ഞോട്ടെ. തുറക്കടാ ചില്ലി. അവിടെ നമ്മള് കണ്ട ഗണേശൻ വന്നിട്ട് അച്ഛനും മോളും കൂടിയുള്ള പേഴ്സണലായിട്ടുള്ള ടോക്ക് നിങ്ങളെല്ലാവരും പബ്ലിക്കായിട്ട് കേട്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഓരോ ബിയർ കുടിക്കാത്രേ. ഏട്ടൻ കുടിക്കില്ല കേട്ടോ. ഏട്ടൻ വൈനൊക്കെ കുടിച്ചിരുന്നു, അതിന് മുന്നേ കള്ളം കുടിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ ആൾ പൂർണ്ണമായിട്ട് അല്ലാതെ ഒഴിവാക്കിയിട്ടുണ്ട്. വയ്യാണ്ടായതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞിരുന്ന സമയത്തൊന്നും ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. ആൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു അല്ലാതും. പിന്നെ വയ്യാണ്ടൊക്കെ ആയപ്പോൾ ആൾ ആ ഒരു സ്വഭാവമൊക്കെ പാടെ നിർത്തി. ഇപ്പോൾ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന് ശേഷം വൈൻ കുടിച്ചു തുടർന്നു. വൈൻ കുടിച്ചിട്ടും പിന്നെയും വയ്യാണ്ടായപ്പോൾ അതും ഇല്ല കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഉള്ള ഒരു സ്വഭാവമില്ല. നാട്ടിൽ വരുമ്പോൾ തെങ്ങിൻ്റെ കള്ള് കുടിക്കും. അത് ഒരു കുപ്പി വാങ്ങിച്ചാൽ അത് കുടിക്കാറുണ്ട് കേട്ടോ. അതെങ്കിലൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അച്ഛനും മോളും കൂടെ നേരത്തെ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ നമുക്ക് വിഷുവിൻ്റെ അന്ന് വെക്കാനല്ല, അതിൻ്റെ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് കണ്ണൂർ കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വ്ളോഗിൽ. അതിൻ്റെ വ്ളോഗൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യണം നമുക്ക്. അവരെ നമുക്ക് സന്തോഷിപ്പിച്ച് വിടണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മീനും, അതായത് മീൻ, കൂന്തൾ, ചെമ്മീൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സാണ് വാങ്ങിക്കുന്നത്. എല്ലാതും 2 അങ്ങനെയായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് കുറേ ഒന്നും കൂടുതൽ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും കൂടി ഓക്കെ. അവിടെ ഇരിക്കുന്ന ബാക്കിലേക്ക് മീൻ തിന്നാൻ തോന്നുന്നു. തിന്നാൻ ഇന്ന് ഒരെണ്ണം കൂടി എടുക്കേ. നമ്മൾ വിഷു കുറേ വർഷമായിട്ടുണ്ടല്ലോ നാട്ടിലൊന്ന് ആഘോഷിച്ചിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഏട്ടനും അങ്ങനെ വല്ലാണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു പേടി ഉണ്ടാവാറുണ്ട് കേട്ടോ. സാധാരണ വാങ്ങിക്കുമ്പോൾ പൈസ കൂടുമ്പോൾ ചീത്ത പറയുമെന്നുള്ളത്. ഇപ്രാവശ്യം പക്ഷേ എനിക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൾ വാങ്ങിച്ചോ എന്നുള്ളൊരു രീതിയിലാണ്. അതിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും എനിക്കൊരു ടെൻഷനാണ്, ഇത്തിരി പൈസ കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചീത്ത പറയുമെന്നുള്ളത്. പക്ഷേ അവിടെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചോ, അങ്ങനെ ഒരു ഡയലോഗൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എടുത്ത് പറയണമല്ലോ.
അക്കു അക്കു ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ പടക്കമുണ്ട്. പടക്കമുണ്ട്. പിന്നെ എന്തുട്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ ചക്കയുണ്ട്. ചക്ക പിന്നെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോർക്കുണ്ട്. കുത്തു ഞാൻ പിടിച്ചിട്ട് പൂരത്തിന്. നാളെ അക്കു കൃഷ്ണനെ കണി വെക്കണ്ടോ? എന്തുട്ടാ ചെയ്യാ? അക്കു എന്താ ചെയ്യാ? അക്കു എണിക്കോ? ആ നേരത്തെ എണിക്കോ? ചോപ്പീസ് കുട്ടിശങ്കരൻ. അതാണ്. ആ എന്റെ ചെടി അടി കിട്ടും. അമ്മൂനെ ചെടിയുടെ ഉള്ളിൽ കയറിട്ടുണ്ടെങ്കില് നിലത്തോരണം കിടക്കണ്ടേട്ടാ. ആ ചെടി പൊട്ടിയ മാമനെ ഞാൻ പൊട്ടിക്കും. അച്ഛൻ ചെലപ്പോ കറങ്ങിയ കറി നേരം കിടും. കറങ്ങിയ നേരം കിടാക്കിട്ട കറി. അക്കുന് ഹരം പിടിച്ചു തരണല്ലോ. ആ ഫസ്റ്റ് കല്യാണം ഉണ്ടല്ലേ. മാവ് മാവിന്റെ മകള്. ഹാപ്പി വിഷു അക്കു. ഹാപ്പി വിഷു അക്കു. ഹാപ്പി വിഷു. അക്കുന് പോണമെന്നില്ല. ഹാപ്പി വിഷു പറഞ്ഞേ. ഇവിടെ ഹാപ്പി വിഷു പറഞ്ഞേ. ആ ഹാപ്പി വിഷു. ഗുണ്ടുണ്ട്. അത് ഇതുപോലെ കത്തിണ്ടാവില്ല കേട്ടോ. അവനായതുകൊണ്ട് ഗുണ്ട് കത്തിയില്ല ഗൈസ്. എന്റെ മോന് മീൻ നന്നാക്കണ്ടേ? മാങ്ങ റൊട്ടി മാങ്ങയുടെ ചൂട്ടി നിന്നിട്ട് എന്ത് താങ്ങിക്ക? മാങ്ങ പൊട്ടിക്കണ ചേട്ടാ. എനിക്ക് 4 വിളിച്ചറിഞ്ഞേ. ഓ പൊട്ടി. സൗണ്ട് കുറവാണല്ലേ. അത് ഇങ്ങോട്ട് തെറിച്ചൂടാ. നോക്കി ഇങ്ങോട്ട് തെറിച്ചു. അവിടെ വെച്ച സാധനം സൂക്ഷിച്ചോട്ടാ നിങ്ങള്. നോക്കി അവിടെ വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ആ വഴിയിൽ വെച്ച സാധനമാണ് ഇങ്ങോട്ട് എത്തിയത്. ഞാൻ കണ്ടു തെറിച്ചത്. ആ ഗുണ്ട് തന്നെ. ആ 4 ഒരൊറ്റ കൊല്ലമായിട്ട് പൊട്ടിക്കിട്ടെ ബായുവാ. ആ അതായത് മുകളിൽ നിന്ന് 8 പൊട്ടിക്ക്. യെസ് അതന്നെ. ആ അയ്യോ പേട്ടക്ക് എന്തുട്ടറിയാ. ധൃതി മറ്റേ 2 ഉടുക്ക് കണി വെക്കാനുള്ളതാ. അപ്പോൾ അച്ഛനും മക്കളൊക്കെ കൂടിയിട്ട് മീനൊക്കെ നന്നാക്കി വെക്കട്ടെ. ഞാൻ നമ്മുടെ വിഷുവിനുള്ള പരിപാടികൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നല്ല, ഇന്ന് തലേ ദിവസം നമുക്ക് സാമ്പാറും രസവും മുരുകൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കാം. അതാകുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് പണി നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ ഒരു ദിവസം കിടന്ന് ഉറങ്ങുന്നത് 1 മണിയായിട്ടാണ്. കണി വെക്കേണ്ട കാരണം തന്നെ 5 മണിയായപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ 3 മണി 4 മണി നേരത്തൊക്കെ കണി കാണുന്നവരുണ്ട് കേട്ടോ. 1 മണിക്ക് കിടന്നിട്ട് 3 മണിക്കൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പണിയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരമെങ്കിലും കിടന്നില്ല എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് തല പൊന്ത് തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 5 മണിക്ക് ആയിട്ടാണ് എണീറ്റത്. ആലപ്പടക്കം കത്തിച്ചിട്ടുണ്ടാ ഏട്ടാ? അങ്ങോട്ട് പോകണ്ടേ? എവിടെയാ കത്തിച്ചുള്ളേ? ആ മുകളിൽ. ആ ഉണ്ട് തീയുണ്ട് കേട്ടാ. ആ തീ കൊണ്ട് പോവല്ലേ? തീ കൊണ്ട് കുണ്ടിൻ്റെ അടുത്ത് പോവല്ലേ?
അതുകൊണ്ടാക്കിയിട്ട് കാര്യമില്ല മുട്ടിയെ. വിളക്ക് വന്ന് കത്തിക്ക്, വിളക്ക് കത്തിച്ചേച്ചി. അച്ഛൻ കൊണ്ട് പൊട്ടിക്കാൻ പോണ്. പായു മേശപ്പൂ കത്തിക്കാം. അതുകൊണ്ടാവില്ല. മേശപ്പൂ മറ്റേ കമ്പിത്തിരി വെച്ച് കത്തിക്കണം, അല്ലെങ്കിൽ ലാത്തിരി കൊണ്ട് കത്തിക്കണം. എൻ്റെ ചെടിയുടെ എൻ്റെ കൂതാശ എന്ന അച്ഛനും മക്കളും കൊണ്ട് എടുക്കൂട്ടാ. അതിൻ്റെ ഉള്ളിലാണ് കുത്തിത്തിരി കഴിക്കണം. ഗുണ്ട് അതന്നെ, ഗുണ്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. കത്തി 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 ഒന്നും ചെയ്യണ്ട. വേണ്ടടി വേണ്ടടി, തീയുണ്ടടി. അവിടെ കാര്യമില്ലാട്ടാ. പാമ്പെല്ലാം നിലത്ത് പോകുന്നു ഗൈസ്. കത്തിക്കോളൂ നീ. എൻ്റെ കൈ മേടിക്കാൻ വരില്ല. അത് ചുമ വരുന്നു. ആ ഗ്യാപ്പുണ്ട്. ഇത് മുകളിലേക്ക് പോണതല്ലേ? ഇതാണോടാ സ്കൈ ഷോ? അതടിപൊളിയായില്ലേ? അത് സെറ്റായി. മുട്ടി പാമ്പും കായ കത്തിക്കാണ്. ഇതുകൊണ്ട് കത്തിക്കേ. അതിനിത് കത്തിക്കണമെങ്കിൽ കാറ്റാണ്. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു. കാട്ടിപ്പോയാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ പിന്നാലെ വരരുത്. നമ്മുടെ സ്കൈ ഷോട്ട്. അത് സ്കൈ ഷോട്ട്. അത് പിന്നാലെ ഓടി വരേ. നമ്മുടെ പിന്നാലെ ഓടി വരും. അത് അങ്ങനെ വെച്ചാ അപ്പം അത് അങ്ങോട്ട് പോക്കോളൂ. ആയിട്ടില്ല. ആ അങ്ങോട്ട് പോയി. പേട സാധനം. വേണ്ട ഒരെണ്ണം മതി. അയ്യോ ഇതെന്താ പോവാഞ്ഞേ? നമ്മൾ 12 അടുത്തിന്റെയാണ് കൊടുത്തേ. അടുത്ത വണവുമായി ഏട്ടൻ. അറിയില്ല ഏട്ടാ, എങ്ങടെ വരാനൊന്നും അറിയില്ല. ഓടിക്കോ. തീരെ നീട്ടല്ല അല്ലേ? അയ്യോ മാവിന്റെ ഉള്ളിൽ പെട്ടു. മാവിന്റെ ഇത് പൊട്ടിയേട്ടാ. മറ്റേത് പൊട്ടിയില്ല. പൊട്ടിയാ, പക്ഷെ ഇതിന്റെ അത്ര സൗണ്ട് ഉണ്ടായില്ല. ഓടിക്കോട്ടാ, എവിടേക്ക് വരാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ കമ്പിത്തിരി വെച്ച് കത്തിക്കായിരുന്നു. കത്തി സാധനം എങ്ങനെ? അതേ
മതിട്ടാ മതി. ഏട്ടാ അടുത്ത വളം കത്തിക്കുകയാണ്. ഇത് ചെറുതാണ് കേട്ടാ. ആ പോയി. നിലത്ത് വെച്ചാക്കിക്കോ, മുകളിൽ വെച്ചാക്കണ്ട, നിലത്ത് വെച്ചാക്കിക്കോ. ഇതെങ്ങനെ പിടിക്കടി? അതങ്ങനെ പിടിക്കണ്ട. ഇത് കുറച്ചാക്കി, എന്നാലും നമുക്ക് കത്തണ്ടേ, രാത്രിയല്ലേ. അമ്മൂട്ടി മുന്നീന്ന് മാറട കാണാ. ചക്ര ഒരു സുഖമായിട്ടില്ല കേട്ടാ, ചക്ര ഒരു സുഖമില്ല. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ചക്ര സുഖമില്ലാന്ന്. ഇന്ന് മൊത്തം പിടിച്ച് തീർക്കൊന്നും വേണ്ട. ഇന്ന് കുറച്ച് പൊട്ടിക്കാം, നാളെ കുറച്ച് പൊട്ടിക്കാം, മറ്റന്നാ കുറച്ച് പൊട്ടിക്കാം. ഇതെവിടേക്കൊക്കെയാ മുട്ടി എറിയണേ? അമ്മൂട്ടി എറിഞ്ഞ കാറിന്റെ അടിയിലേക്കൊക്കെ പൂട്ടാട്ടാ. ആ ചക്രം കത്തിച്ചോളൂ. പായു, പായു, പായു. പായു. വലിയ ചക്രം എടുക്കണം, ചെറിയ ചക്രം എടുക്കണം. വലിയ ചക്രം എടുക്കണം. അയ്യോ അതാ പറഞ്ഞ ഞങ്ങളുടെ മെതിക്കാക്കല്ലേ. പായ അവിടെ പോയിട്ട് കളിച്ചേ. വണ്ടിയൊക്കെ ഇടിക്കണ്ട ഇവിടെ, അതിന്റെ ഇടയിൽ കൂടെ ആക്കല്ലേ. ഇവിടെ എന്ന് പൊട്ടിക്ക്. ഒന്നിനെ മോളിക്ക് എറിയണം, നല്ല മോളിക്ക് എറിയണം. എറിഞ്ഞാ? നീ എറിഞ്ഞോ? നല്ല മോളിക്ക് എറി. അത്രയുള്ള കാര്യം. ജറബറ ജറബറ ജറബറ. അപ്പോൾ ഇനി കാണിയിരിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.